ലോഗോസ് ക്വിസ് 2024 പഠന ഭാഗമായ ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 8 ഭാഗം 2. ചോദ്യം 1. എന്ത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു എന്നാണ് ഗിദെയോൻ പറഞ്ഞത്? ഉത്തരം: നിങ്ങൾ അവരുടെ ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ. ചോദ്യം 2. ഗിദെയോന്റെ ആദ്യജാതൻ ആര്? ഉത്തരം: യെതർ. ചോദ്യം 3. തന്റെ ആദ്യജാതനായ യെതറിനോട് ഗിദെയോൻ പറഞ്ഞത് എന്ത്? ഉത്തരം: എഴുന്നേറ്റ് അവരെ കൊല്ലുക. ചോദ്യം 4. എഴുന്നേറ്റ് അവരെ കൊല്ലുക എന്ന് ഗിദെയോൻ പറഞ്ഞപ്പോൾ യെതറിന്റെ പ്രതികരണം എന്തായിരുന്നു? ഉത്തരം: ആ യുവാവ് വാളൂരിയില്ല. ചോദ്യം 5. എഴുന്നേറ്റ് അവരെ കൊല്ലുക എന്ന് ഗിദെയോൻ പറഞ്ഞപ്പോൾ യെതർ വാൾ ഊരാതിരുന്നത് എന്തുകൊണ്ട്? ഉത്തരം: നന്നേ ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു. ചോദ്യം 6. യെതർ വാൾ ഊരാതിരുന്നപ്പോൾ സേബായും സൽമുന്നായും ഗിദെയോനോട് പറഞ്ഞത് എന്ത്? ഉത്തരം: നീ തന്നെ ഞങ്ങളെ കൊല്ലുക. ഒരുവൻ എങ്ങനെയോ അതുപോലെയാണ് അവന്റെ ഫലവും. ചോദ്യം 7. സേബ, സൽമുന്ന എന്നിവരെ വധിച്ചതിനു ശേഷം ഗിദെയോൻ ചെയ്തത് എന്ത്? ഉത്തരം: അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ അവൻ എടുത്തു. ചോദ്യം 8. ആരെല്ലാം ഞങ്ങളെ ഭരിക്കുക എന്നാണ് ഇസ്രായേൽ ജനം ഗിദെയോനോട് പറഞ്ഞത്? ഉത്തരം: നീയും നിന്റെ പുത്രനും പൗത്രനും. ചോദ്യം 9. എന്തുകൊണ്ടാണ് നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക എന്ന് ഇസ്രായേൽ ജനം ഗിദെയോനോട് പറഞ്ഞത്? ഉത്തരം: നീ ഞങ്ങളെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചല്ലോ. ചോദ്യം 10. നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക എന്ന് ഇസ്രായേൽ ജനം പറഞ്ഞപ്പോൾ ഗിദെയോൻ നൽകിയ മറുപടി എന്ത്? ഉത്തരം: ഞാൻ നിങ്ങളെ ഭരിക്കുകയില്ല, എൻ്റെ മകനും ഭരിക്കുകയില്ല, പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും. ചോദ്യം 11. ഓരോരുത്തനും എനിക്ക് എന്ത് തരിക എന്നാണ് ഗിദെയോൻ അവരോട് പറഞ്ഞത്? ഉത്തരം: കൊള്ള ചെയ്തു കിട്ടിയ കർണാഭരണങ്ങൾ. ചോദ്യം 12. മിദ്യാൻകാരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്ത്? ഉത്തരം: സ്വർണ കുണ്ടലങ്ങൾ. ചോദ്യം 13. മിദ്യാൻകാരുടെ കയ്യിൽ സ്വർണ കുണ്ടലങ്ങൾ ഉണ്ടായിരുന്നത് എന്തുകൊണ്ട്? ഉത്തരം: മിദ്യാൻകാർ ഇസ്മായേലിയരായിരുന്നതിനാൽ. ചോദ്യം 14. ഓരോരുത്തനും എനിക്ക് കൊള്ള ചെയ്ത് കിട്ടിയ കർണാഭരണങ്ങൾ തരിക എന്ന് ഗിദെയോൻ പറഞ്ഞപ്പോൾ അവർ നൽകിയ മറുപടി എന്ത്? ഉത്തരം: ഞങ്ങൾ സന്തോഷത്തോടെ അത് നിനക്ക് തരാം. ചോദ്യം 15. ഞങ്ങൾ സന്തോഷത്തോടെ അത് നിനക്ക് തരാം എന്ന് പറഞ്ഞ് അവർ ചെയ്തത് എന്ത്? ഉത്തരം: ഒരു വസ്ത്രം വിരിച്ചു. ചോദ്യം 16. ഒരു വസ്ത്രം വിരിച്ചതിനു ശേഷം അവർ ചെയ്തത് എന്ത്? ഉത്തരം: ഓരോരുത്തനും കൊള്ളയിൽ കിട്ടിയ കുണ്ടലം അതിലിട്ടു. ചോദ്യം 17. ഗിദെയോന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം എത്രയായിരുന്നു? ഉത്തരം: 1700 ഷെക്കൽ. ചോദ്യം 18. മിദ്യാൻ രാജാക്കന്മാർ അണിഞ്ഞിരുന്ന ഏതെല്ലാം വസ്തുക്കളെക്കുറിച്ചാണ് വാക്യം 26 പറയുന്നത്? ഖണ്ഡാഭരണം, പതക്കം, ചെങ്കുപ്പായം, ഒട്ടകങ്ങളുടെ കഴുതപ്പട്ട. ചോദ്യം 19. ഗിദെയോൻ ഇവയെല്ലാം കൊണ്ട് നിർമ്മിച്ചത് എന്ത്? ഉത്തരം: ഒരു എഫോദ്. ചോദ്യം 20. ഗിദെയോൻ ഇവയെല്ലാം കൊണ്ട് ഒരു എഫോദ് നിർമ്മിച്ച് എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം: തന്റെ പട്ടണമായ ഓഫ്രായിൽ. ചോദ്യം 21. ഗിദെയോൻ നിർമ്മിച്ച എഫോദ് ആരാധിച്ചത് ആര്? ഉത്തരം: ഇസ്രായേൽക്കാർ. ചോദ്യം 21. ഇസ്രായേൽക്കാർ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചത് എപ്രകാരം? ഉത്തരം: ഗിദെയോൻ നിർമ്മിച്ച എഫോദ് ആരാധിച്ചു. ചോദ്യം 22. ഗിദെയോൻ നിർമ്മിച്ച എഫോദ് ഇസ്രായേൽക്കാർ ആരാധിച്ചത് ആർക്കാണ് കെണിയായി തീർന്നത്? ഉത്തരം: ഗിദെയോനും കുടുംബത്തിനും. ചോദ്യം 23. ഇസ്രായേലിന് കീഴടങ്ങിയത് ആര്? ഉത്തരം: മിദ്യാൻ. ചോദ്യം 24. വീണ്ടും തല ഉയർത്താൻ കഴിയാതിരുന്നത് ആർക്ക്? ഉത്തരം: മിദ്യാൻ. ചോദ്യം 25. ഗിദെയോന്റെ കാലത്ത് എത്ര വർഷമാണ് ദേശത്ത് ശാന്തി ഉണ്ടായിരുന്നത്? ഉത്തരം: 40 വർഷം. ചോദ്യം 26. യോവാഷിന്റെ മകൻ ആര്? ഉത്തരം: ജെറുബാൽ. ചോദ്യം 27.
യോവാഷിന്റെ മകൻ ജെറുബാൽ എവിടെയാണ് താമസമാക്കിയത്? ഉത്തരം മടങ്ങി വന്ന് സ്വന്തം വീട്ടിൽ താമസമാക്കി. ചോദ്യം 28. ആർക്കാണ് അനേകം ഭാര്യമാർ ഉണ്ടായിരുന്നത്? ഉത്തരം ഗിദെയോന്. ചോദ്യം 29. ഗിദെയോന്റെ ഭാര്യമാരിൽ എത്ര പുത്രന്മാർ ജനിച്ചു? ഉത്തരം 70. ചോദ്യം 30. എവിടെയുള്ള ഉപനാരിയിലാണ് ഗിദെയോനൊരു പുത്രനുണ്ടായത്? ഉത്തരം ഷെക്കേമിലെ. ചോദ്യം 31. ഷെക്കേമിലെ ഉപനാരിയിലുണ്ടായ പുത്രന് നൽകിയ പേരെന്ത്? ഉത്തരം അബിമെലേക്ക്. ചോദ്യം 32. യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ മരിച്ചത് എപ്പോൾ? ഉത്തരം വൃദ്ധനായി. ചോദ്യം 33. ഓഫ്ര ഏത് വംശജരുടേതാണ്? ഉത്തരം അബിയേസർ. ചോദ്യം 34. ഗിദെയോനെ അബിയേസർ വംശജരുടെ ഓഫ്രായിൽ ആരുടെ കല്ലറയിലാണ് സംസ്കരിച്ചത്? ഉത്തരം പിതാവായ യോവാഷിന്റെ. ചോദ്യം 35. ആര് മരിച്ച ഉടനെയാണ് ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാട്ടിയത്? ഉത്തരം ഗിദെയോൻ. ചോദ്യം 36. ഗിദെയോൻ മരിച്ച ഉടനെ ഇസ്രായേൽ ആരാധിച്ചത് ആരെ? ഉത്തരം ബാൽ ദേവന്മാരെ. ചോദ്യം 37. ഇസ്രായേൽ തങ്ങളുടെ ദൈവമാക്കിയത് ആരെ? ഉത്തരം ബാൽബറീത്തിനെ. ചോദ്യം 38. ഇസ്രായേൽ സ്മരിക്കാതിരുന്നത് ആരെ? ഉത്തരം ദൈവമായ കർത്താവിനെ. ചോദ്യം 39. ആരിൽ നിന്നെല്ലാമാണ് ദൈവമായ കർത്താവ് ഇസ്രായേലിനെ വിടുവിച്ചത്? ഉത്തരം ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന്. ചോദ്യം 40. ആര് ചെയ്ത നന്മയാണ് ഇസ്രായേൽ മറന്നത്? ഉത്തരം ജെറുബാൽ വേദികയോൻ. ചോദ്യം 41. ആരോടാണ് ഇസ്രായേൽ ഒട്ടും കരുണ കാണിക്കാതിരുന്നത്? ഉത്തരം ജെറുബാൽ വേഗിദയോന്റെ കുടുംബത്തോട്. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം. 3 ഗണങ്ങളും എന്തിനു ചുറ്റുമാണ് താന്താങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നത്? നിങ്ങളുടെ ഉത്തരം